ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായി കുറേ അധികം സ്വീറ്റ്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുകൾക്കായി കൊടുത്തു. എല്ലാവരും വീതം വെച്ച് കഴിച്ചു. ഒരു പ്ലേറ്റ് നിറയെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും കഴിക്കാൻ. അപ്പോൾ കുറച്ചധികം സ്വീറ്റ്സ് ഇവരെടുത്ത് കഴിച്ചതിന് ശേഷം ബാക്കി വരുന്നത് അവരവരായിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുന്നവരുണ്ട്, കുറച്ച് ടിന്നിലിട്ട് വെക്കുന്നവരുണ്ട്, കുറച്ച് പേര് ബക്കറ്റിനകത്ത് ഒരുമിച്ച് വെക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല സെഷനിൽ പിന്നത്തേക്ക് കഴിക്കാനായിട്ട് അവർ മാറ്റിയും വെക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമാതിരി മത്തടിച്ച കണക്ക് അവിടെ ഇവിടെ മാറിക്കിടക്കുകയാണ്. ആർക്കും ചോറ് വേണ്ട. പക്ഷേ അപ്പം അക്ബർ കൊണ്ടുവന്ന് അരി ഇട്ടിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ആഹാരം വേണോ, ചോറ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓരോ പ്ലേറ്റ് സ്വീറ്റ്സും കഴിച്ച് വെള്ളവും കുടിച്ചപ്പോഴത്തേന് പിന്നെ ആർക്കും ചോറ് വേണ്ട. പക്ഷേ അനുമോൾ സ്വീറ്റ്സ് കൂടുതൽ കഴിച്ചില്ല. അപ്പോൾ അനുമോൾ പറയുന്ന അനുമോൾക്ക് ചോറ് വേണം. അപ്പോൾ കറി എന്തോ ഉണ്ടാക്കും. അപ്പോൾ പുതിയ ക്യാപ്റ്റന്മാരാണല്ലോ ഇപ്പോഴത്തെ അക്ബറും ആര്യനും നെവിനും. പുതിയ ക്യാപ്റ്റന്മാർ എടുത്ത് ചോദിക്കുന്നുണ്ട് കറി എന്തോ ഉണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേന് നെവിൻ പറയുകയാണ്, കറി എന്തോ ഉണ്ട്, ഇവിടെ കുറേ സവാള കിടപ്പുണ്ട്, പിന്നെ ചോറ് ഇരിപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ആ ചോറ് സവാളയും കൂട്ടി കഴിച്ചു. അപ്പോൾ അനുമോൾ ചോദിക്കുന്നത്, നിങ്ങളെല്ലാവർക്കും സ്വീറ്റ്സ് കഴിച്ച് നിങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കുന്നു, അപ്പോൾ അത് കഴിക്കാത്ത ഒരാളിന് നിങ്ങൾ ഭക്ഷണം വെച്ച് കൊടുക്കത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും അവർ സ്ഥായിയായ ഒരു മറുപടി അവർ പറയുന്നില്ല. എന്നിട്ട് അനുമോൾ തന്നെ പറയുകയാണ്, എന്ത് ചെയ്യാനാ, ഇവന്മാരെ ഇപ്പോൾ ക്യാപ്റ്റനാക്കി വെച്ചില്ലേ, ഈ ഓന്മാർ ഇതിനകത്ത് കിടന്ന് നിരങ്ങും. അതാണല്ലോ ഓന്മാരുടെ സ്വഭാവം. അതിനാണല്ലോ ഓന്മാർ ക്യാപ്റ്റൻ ആയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, കുറച്ച് ദിവസവും കൂടെ സഹിക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് അനുമോൾ പറയുന്നുണ്ട്. സാബുമാൻ അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഇതൊക്കെ കാണുന്നുണ്ടോ, ഇവനെയൊക്കെയാണോ പിടിച്ച് ക്യാപ്റ്റനാക്കുന്നത്? സാബുമാനൊക്കെ മനസ്സിലായി, ഇവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാക്കും. ഇവർ 3 പേരോടെ ചേർന്നിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻറ്റിനും എതിരെ കളിക്കാൻ കിട്ടിയ ഒരു ഗെയിം പോലാണ് അവർ 3 പേരും കൂടി ഇപ്പോൾ ഇനി കളിക്കാൻ പോകുന്നത്. കിച്ചണൊക്കെ ഇവരുടെ തോന്നി കണക്കുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഇന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ലേറ്റായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. ഇനി അങ്ങോട്ട് ഓരോ ദിവസവും കിച്ചണിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്.